അശരണരെ സഹായിക്കുകയും മറ്റും ചെയ്ത മദർ തെരേസയെ പോലുള്ളവർ നരകത്തിലാണോന്ന്. ദൈവം തമ്പുരാൻ ആരെയും നരകത്തിലും സ്വർഗത്തിലും ആക്കാനുള്ള അധികാരം എനിക്ക് തരാത്തതുകൊണ്ട് ഇന്ന വ്യക്തി നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയാൻ എനിക്ക് നിർവാഹമില്ല. എന്നാൽ സ്വർഗത്തിന് അവകാശികളാകുന്ന സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമതായി മനുഷ്യന് 3 തരം ബാധ്യതകളാണുള്ളത്. ബാധ്യത ഒന്ന് ദൈവത്തിനോടുള്ളതാണ്, ഒന്ന് സ്വന്തത്തോടുള്ളതാണ്, ഒന്ന് മറ്റുള്ളവരോടുള്ളതാണ്. ഈ 3 തരം ബാധ്യതകളെ നിർവഹിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹനായിത്തീരുന്നത്. അതിൽ ഒന്നാമത്തെ ബാധ്യതയായ ദൈവത്തിനുള്ള ബാധ്യത അവനെ പൂർണ്ണമായി അറിയുകയും ദൈവിക സ്രോതസ്സുകളിൽ നിന്ന് അവനെ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തോടുള്ള ബാധ്യത. പടച്ച തമ്പുരാനോട്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനോടുള്ള ബാധ്യത. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ഇപ്പോൾ സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന മനസ്സിലാക്കിയാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, ഒരേ കർമ്മം തന്നെ ഒരേ സമയം സൽക്കർമ്മവും ദുഷ്കർമ്മവുമാകാന്ന ഇസ്ലാമിക വീക്ഷണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് അയാളുടെ പ്രയാസങ്ങൾ പറയുന്നു. ഈ സമയത്ത് അയാൾ ഒരു നല്ല സംഭാവന അയാൾക്ക് കൊടുക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് ഈ സംഭാവന കൊടുക്കുക എന്നുള്ള പ്രവർത്തനം അത് സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒന്നാമതായി അവൻ ചെയ്യുന്നത് ദൈവിക മാർഗദർശന പ്രകാരമാകണം. ദൈവിക മാർഗദർശന പ്രകാരമാകണം അവൻ ചെയ്യുന്നത്. അല്ലെങ്കിലോ നന്മ എന്ന് തോന്നുന്നത് തന്നെ ചിലപ്പോൾ തിന്മയാകാം. ഉദാഹരണത്തിന് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ മധ്യവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളിൽപ്പെട്ട മൂത്ത കുട്ടിയെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെയോ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നേർച്ചയാക്കുമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അത് വലിയൊരു നന്മയാണെന്നാണ്. ദേവദാസികളായി നേർച്ചയാക്കും. അവരുടെ ജോലി എന്താ? ക്ഷേത്രത്തോട് ബന്ധപ്പെടുന്ന ആളുകൾക്കുള്ള അഭിസാരിക വൃത്തി. അത് നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ അത് ദൈവിക മാർഗദർശന പ്രകാരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നന്മയല്ല. ഒന്നാമതായി ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി എന്ത് വേണം? രണ്ടാമതായി ആ കർമ്മത്തിന്റെ പ്രതിഫലം, മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലം കാക്ഷിക്കണം. ഇവിടെ നിന്നുള്ള സൽപ്പേരാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരാൾ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുമ്പോ നാളെ അവൻ എന്നെ കാണുമ്പോ എന്നെ കാണുമ്പോ ഒന്ന് സാഷ്ടാംഗം നമിക്കണം, എന്നെ കാണുമ്പോ ഒന്ന് കുമ്പിടണം, എന്നെ കാണുമ്പോ അല്ലെങ്കിൽ 4 ആളോട് പറഞ്ഞിട്ട് ഞാനൊരു നല്ല എമൗണ്ട് കൊടുത്തു പാവപ്പെട്ടവനെ എന്നുള്ളൊരു സൽകീർത്തി എനിക്ക് ഉണ്ടാകണം എന്നാണ് ഇയാളുടെ മനസ്സിലുള്ള ഉദ്ദേശമെങ്കിൽ അത് സൽക്കർമ്മമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്ന് ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി ആ സൽക്കർമ്മം ചെയ്യുന്നത് പരലോകത്തെ മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടാകണം. ഇവിടെ ഒന്നാമതായി ദൈവത്തോടുള്ള ബാധ്യതയിൽ ഏകനായ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും വേണം. രണ്ടാമതായി സൽക്കർമ്മം ചെയ്യണം. ആ സൽക്കർമ്മം ഇങ്ങനെയാകണം, ഞാൻ പറഞ്ഞ പോലെ ആ രൂപത്തിൽ സൽക്കർമ്മം ചെയ്ത് സൃഷ്ടാവിനെ ആരാധിച്ച ആളുകളെല്ലാം സ്വർഗത്തിലാണ്. അതല്ലെങ്കിലോ അവർ നരകത്തിലേക്കാണ് നയിക്കപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. എത്ര വലിയ വ്യക്തിയാണെങ്കിലും അയാളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? അയാളുടെ മനസ്സിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് അളക്കാൻ അയാളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അളക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് അളക്കുന്ന പടച്ച തമ്പുരാനാണ് പരലോകത്ത് പ്രതിഫലം കൊടുക്കുന്നത്. ഒരാളുടെ പേര് കൊണ്ടോ ഒരാളുടെ നാമം കൊണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ല പ്രതിഫലം കൊടുക്കുന്നത്. മറിച്ച് അയാളുടെ വിശ്വാസത്തിന്റെയും അയാളുടെ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരാൾ കൃത്യമായി ദൈവിക ബോധനപ്രകാരമാണ് കർമ്മം ചെയ്തത് എങ്കിൽ, അയാൾ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്തത് എങ്കിൽ തീർച്ചയായും അയാൾ മരണാനന്തര ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന് രണ്ടും വേണ്ടിയല്ല എന്നുള്ള കർമ്മം ചെയ്തത് എങ്കിൽ അയാൾ എത്ര വലിയ ആളാണെങ്കിലും അയാളുടെ ലക്ഷ്യം പിഴച്ചു പോയത് കൊണ്ട് തന്നെ അയാളുടെ സ്വർഗപ്രവേശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബിസ്മി
ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നായിരിക്കണം. അതുപോലെ യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും യേശു ദൈവമാണെന്ന് തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്? അതുപോലെ സഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എക്സിസ്റ്റിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? സഹോദരി ചോദിച്ചിട്ടുള്ളത് യേശു ദൈവപാടി എന്നല്ലേ ബൈബിൾ വെളിപ്പെടുത്തുന്നത് എന്നാണ്. സഹോദരി 2 വചനങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനവും 2 യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനവുമാണ്. 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനമാണ് സഹോദരി പറഞ്ഞത് ഞാനും പിതാവും ഒന്ന് തന്നെ എന്നുള്ള വചനം. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷം വരച്ചത് കാണിച്ചു തരുന്നത് ഞാനും പിതാവും ഒന്നു തന്നെ എന്നാണ്. എന്നാൽ യേശുക്രിസ്തു യേശുവിനെയും പിതാവിനെയും രണ്ടാക്കി പറഞ്ഞതായി പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു തന്നെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. യേശു തന്നെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ എന്റെയും നിങ്ങളുടെയും പിതാവും എന്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ളവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നു 8-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളിൽ എന്താ യേശു പറയുന്നത്? 2 പേർ സാക്ഷികളാണ് യാൽ സാക്ഷ്യത്തിന് 2 പേർ അർഹരാണ് എന്ന് 2 പേർ സാക്ഷികളായാൽ ഒരു കാര്യം സത്യമാണ് എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ ഞാൻ എനിക്ക് തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, എന്നെ അയച്ച പിതാവും എനിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവിടെ യേശു പറയുന്നത് ഞാനും പിതാവും 2 പേരാണ് എന്നാണ്. അപ്പൊ യേശു പല വചനങ്ങളിലും ഞാനും പിതാവും 2 തന്നെ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതാ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വചനം മാത്രം എടുക്കാതെ ആ സാഹചര്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം എടുക്കുക. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്, പിതാവേ ഞാനും നീയും ഒന്നായതുപോലെ നീ എന്നിലും ഞാൻ നിന്നിലുമായതുപോലെ ഇവരും നമ്മിലാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഒന്നാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കാം, ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ ഇവർ നമ്മിലാകണം, ഞാനും നീയും ഒന്നായതുപോലെ ഇവർ ഒന്നാകണം. ഇതിന്റെ അർത്ഥം എന്താണ്? യേശുവും പിതാവും ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് പറയുമ്പോൾ യേശു പ്രയോഗിച്ച ഒന്ന് എന്നതിന് പ്രയോഗിച്ച ഗ്രീക്ക് പദം യേശു അല്ല, ഈ ഗ്രീക്കിലല്ല പ്രയോഗിച്ചത്, പക്ഷെ ഗ്രീക്കിൽ യോഹന്നാൻ പ്രയോഗിച്ച പദം ഹെൻ എന്നാണ്. അതേ ഹെൻ എന്ന പദമാണ് 17:21 പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ്? ഞാൻ നിന്നിലും നീ എന്നിലും ആയതുപോലെ നമ്മൾ ഒന്നായതുപോലെ ഇവരെല്ലാം ഒന്നാകണം, ഇവർ നമ്മിലാകണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇവർ ഒന്നായി, യേശുവും പിതാവും ഒന്നാണ് എന്നതുകൊണ്ട് അവർ ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയുകയാണെങ്കിൽ ഈ 12 പേരും ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ത്രിയേകത്വം പോയിട്ട് 14 പേരുടെ ഏകത്വമായി മാറും. അതല്ലേ സംഭവിക്കുക? എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദർശത്തിൽ ഐക്യമാണ് പറയുന്നത്. പിതാവ് എനിക്ക് തന്നതിനെ തട്ടിപ്പറിക്കാൻ ആർക്കും സാധ്യമല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടാ പറയുന്നത് ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നാ, നമ്മൾ ഒന്നാണെന്ന് നമ്മൾ പറയാറില്ലേ? ആദർശത്തിൽ ഒരു പ്രത്യേക പർപ്പസിന്റെ കാര്യത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഒന്നാണ്. ഇതേപോലെ മാത്രമേ യേശു ഒന്നാണ് എന്നത് പറഞ്ഞതുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് 17:21 മനസ്സിലാകുന്നത്. മാത്രമല്ല ക്രിസ്തു യേശു പല തവണ 2 തന്നെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഹോദരിയുടെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ
അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ, മടിയിലിരിക്കുക എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗപാടി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, ദൈവം അങ്ങനെ ഒരു കസാരയിലിരിക്കുകയും യേശു ക്രിസ്തു ദൈവത്തിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള ലക്ഷ്യത്തിലല്ല. മറിച്ച് ദൈവത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാ? യേശുവാണ്. യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഈ വചനം പറയുന്നത്. ഇനി പുത്രൻ എന്നുള്ള പദപ്രയോഗമാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാം വചനത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമുക്ക് ദാവീദ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വായിക്കാൻ സാധിക്കും. ശാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ സോളമൻ ദൈവപുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇരമ്യാവിന്റെ പുസ്തകം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ എഫ്രയീം ദൈവത്തിന്റെ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ആദാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ സമാധാനമുണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. മാത്രവുമല്ല, യേശു സ്വയം ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നേയില്ല. ബൈബിളിൽ പുതിയ നിയമത്തിൽ 41 തവണ ദൈവപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് യേശുവിനെ പറ്റി. അത് ശിഷ്യന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ പ്രയോഗിച്ചിട്ടുണ്ടെല്ലാം ഉണ്ട്. 41 തവണ. അതിൽ ഒരു തവണ യഹൂദന്മാരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ദൈവപുത്രൻ എന്ന് പറയുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് സ്വയം പറയല്ല. യേശു സ്വയം പറഞ്ഞതെല്ലാം മനുഷ്യപുത്രൻ എന്നാണ്. ബൈബിളിൽ യേശു സ്വയം പറയുന്നത് 83 തവണ മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്ന് ആണ് യേശു സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ മടിയിലിരിക്കുന്നവനായ, അഥവാ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യവുമാണ്, അത് യാതൊരു സംശയമില്ല. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു എന്നാണ് സഹോദരി പറയുന്നത്. ആരെ വഴി നടത്തുന്നു? ആരെ വഴി നടത്തുന്നു? നമ്മൾ ചിന്തിക്കണമല്ലോ. ആരെയാണ് വഴി നടത്തുന്നത്? ഏത് വിഭാഗത്തെയാണ് കൃത്യമായി പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത്? എല്ലാവരും പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. റോമൻ കത്തോലിക്കക്കാരൻ പറയുന്നു ഞങ്ങളെ യേശു വഴി പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. പെന്തക്കോസ്തുകാരൻ പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. യഹോവ സാക്ഷിക്കാരൻ പറയുന്നു ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. CSI കാരൻ പറയുന്നു അതൊന്നുമല്ല, ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. ഇത് പരിശോധിക്കാനോ വഴി നടത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പരിശോധിക്കാനോ ഒരു മാനദണ്ഡമില്ല താനും. ഒരുത്തം പറയുന്നു പത്രോസ് എന്ന ഈ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ പത്രോസ് ആകുന്ന പാറയിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് റോമൻ കത്തോലിക്ക സഭ. അതുകൊണ്ട് ഞങ്ങളെ ആ വഴി നടത്തുന്നത്. എന്നാൽ മറ്റൊരു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ അന്യഭാഷകൾ സംസാരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് യേശുവിനാൽ വഴി നടത്തപ്പെടുന്നവൻ, അല്ല പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവൻ. അപ്പൊ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ധാർമ്മിക മാർഗനിർദ്ദേശം നൽകലാകണം. ഓരോ വിഷയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിനാ കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം. ലോകത്ത് കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം നൽകുന്ന വേദഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധാത്മാവ് അവസാനമായി അന്തിമ പ്രവാചകന് ദൈവത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു മാലാഖയായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവിക മാലാഖയായ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാനിൽ നിന്ന് മാനവരാശിക്കു വേണ്ടി അന്തിമ പ്രവാചകന് എത്തിച്ചു കൊടുത്ത വേദഗ്രന്ഥം. അതാണ് ലോകത്തെ സകല സത്യത്തിലും വഴി നടത്തുന്ന വേദഗ്രന്ഥം എന്നുള്ളതാണ് സത്യം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്ലിപ്പിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ 12 മണിയായി. ഇനി ഓഡിയൻസിൻ്റെ അടുത്ത് 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് സ്ലിപ്പിലെ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഓഡിയൻസ് ചോദിക്കാം. ഹലോ, എൻ്റെ പേര് അബ്ദുൽ മജീദ്, അരീക്കോട് നിന്നാണ് വരുന്നത്.
എൻ്റെ ചോദ്യം, ലോകത്തിന് നന്മതിന്മകളെ വിച്ഛേദിച്ച് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവത്താൽ നിയമിതനായ മുഹമ്മദ് നബിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ വല്ല പരാമർശവും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ തെറ്റില്ല. ഇവിടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടോ എന്നാണ് ചോദ്യം. ഏതായിരുന്നാലും അരീക്കോട്ടുകാരൻ അബ്ദുൽ നാസറിന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം വളരെ വിശദമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഓരോ ഗ്രന്ഥവും എടുത്ത് അതിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പ്രവചനം വിശദീകരിക്കണമെങ്കിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു സ്റ്റാളുണ്ട്, അവിടെ ബൈബിളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ എന്ന പുസ്തകമുണ്ട്, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യൻ എന്ന പുസ്തകമുണ്ട്. അതിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സമയം വളരെ പരിമിതമായതുകൊണ്ടും പിന്നെ ആ ചോദ്യത്തിന് ഓരോ കാര്യങ്ങളെടുത്ത് മറുപടി പറയാൻ തന്നെ ഒരു 1/2-3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം. കാരണം ഒരു ജനറലൈസ് ചോദ്യമല്ലേ. അതുകൊണ്ട് അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരു ഓവുചാലുണ്ട്, അതിൽ പലരും വീണ് പോകുന്നുണ്ട്, അത് സൂക്ഷിക്കണം. പിന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്റ്റാളുണ്ട്, അവിടെ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റും പിന്നെ ഒരുപാട് ബുക്സൊക്കെ ആയിട്ട് ആവശ്യമുള്ളവർക്ക് പരിപാടി കഴിഞ്ഞിട്ട് വാങ്ങാവുന്നതാണ്. ഒരു ചോദ്യമുള്ളത്, സ്റ്റുഡൻസിന് കൊടുക്കണം. ഇവിടെ ഉള്ളതാണ്. PG ഓറൽ സർജറി. തെറ്റിദ്ധരിച്ചു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഉടനെ ഈ ബൈബിളിലുള്ള ചില കാര്യങ്ങളെ പറ്റി ഇവിടെ പരാമർശിച്ച കാര്യങ്ങളിൽ ചില തെറ്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുക. ക്രിസ്ത്യൻ അല്ല. കുട്ടികളെ പോലെ പശ്ചാത്തപിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുട്ടികളെ പോലെ ആയിത്തീരുന്നെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കാം. ആ പശ്ചാത്തപിക്കണമെന്നുള്ളത് ഒരു അഡീഷനായിരുന്നു. പിന്നെ രണ്ടാമത്, കർത്താവ് പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇവിടെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലം സ്ലീഹന്മാർ വഴി പല കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഭക്ഷണരീതി എങ്ങനെ വേണമെന്ന് പൗലോസ് ലീഹായ്ക്ക് കർത്താവ് പരിശുദ്ധാത്മാവ് മൂലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ട്രേയിൽ എല്ലാ പക്ഷി മൃഗാദികളെയും കാണിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം കഴിച്ചോളാം. യഹൂദന്മാര് വെജിറ്റേറിയൻസ് ആയിരുന്നു. ഉടനെ ഇതെല്ലാം കഴിച്ചോളാം എന്ന് പൗലോസ് ലീഹായ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണം കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചേരും, അവർ ഇനിമേൽ 2 ശരീരമല്ല 1 ശരീരമത്രേ. പിന്നെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് കർത്താവ് കല്യാണത്തെ പറ്റിയും വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനികള് കള്ളു കുടിക്കണമെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞുണ്ടാക്കി കൊടുത്തു എന്നാണ് ആരോപണം. അതന്ന് യഹൂദന്മാരുടെ ഇടയിലെ ഒരു ആചാരമായിരുന്നു. അത് വീഞ്ഞിപ്പം നമ്മൾ കൊച്ചുകുട്ടികളും കുടിക്കുന്നുണ്ട്. ചെറിയതായിട്ടൊന്ന് ഫെർമെന്റ് ചെയ്ത് വേണമെങ്കിൽ കുടിക്കാൻ വീഞ്ഞ്. അത് ലഹരി പദാർത്ഥമായിട്ട് എനിക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ കല്യാണ സദ്യക്ക് എവിടെ പോയാലും ആദ്യം വീഞ്ഞു കൊടുക്കുക. ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആ സംവിധാനമുണ്ട്. ചെല്ലുമ്പോ ഒരു ഗ്ലാസിനകത്ത് ഇത്തിരി വീഞ്ഞു കൊടുക്കുക എന്നത് അതൊരിക്കലും ഒരു മത്ത് പിടിക്കാൻ വേണ്ടിയുള്ള വീഞ്ഞു കൂടിയാണ് എന്ന് എനിക്ക് യോജിപ്പില്ല. പിന്നെ കർത്താവ്, നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. ഇത് ചോദ്യോത്തര സെഷനാണ്, 12 മണി. ജസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ. പിന്നെ ദൈവവും കർത്താവും ഒന്നാണ് എന്ന് കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും കണ്ടിട്ടും തെറ്റിപ്പോയോ, അറ്റ്ലീസ്റ്റ് പ്രവൃത്തി കണ്ടെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഇത്രയും എനിക്കൊന്ന് പോയിന്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. സഹോദരൻ വളരെ വിശദമായി എൻ്റെ പോയിന്റുകളെ ഗണ്ണിച്ചിരിക്കുകയാണ്. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞത്, യേശു ക്രിസ്തു പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അനുദപിച്ച് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ
നിങ്ങൾ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം പശ്ചാത്തപിക്കുക. വായിച്ചു നോക്കിയാൽ മതി. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേ വചനം തന്നെ യേശു ആവർത്തിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലും, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിലുമെല്ലാം യേശു ഇക്കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അഥവാ ശിശുക്കളെ എന്റെ അടുക്കലേക്ക് വിടുവിൻ, നിങ്ങൾ ആരെങ്കിലും അനുദപിച്ച് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോ അനുദപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ശിശുക്കളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിശുക്കളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താ? ശിശു പാപിയല്ല എന്നല്ലേ? അതോടുകൂടി തന്നെ സുഹൃത്തിന്റെ അടിസ്ഥാനപരമായ വാദം പൊളിയുകയാണ്. ഒരു കുഞ്ഞ് പാപിയല്ലെങ്കിൽ പിന്നെ ആരുടെ പാപം തീർക്കാനാണ് ക്രിസ്തു യേശു വന്നത്? ചെയ്യുന്ന പാപം തീർക്കാനാണോ? എങ്കിൽ ലോകത്ത് ചെയ്യുന്ന പാപങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ തീർന്നു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ പാപങ്ങളും, ഇപ്പൊ ചെയ്യുന്ന പാപങ്ങളും എല്ലാം തീർന്നു. പിന്നെന്താ പാപം ചെയ്താൽ എന്നുള്ള ചോദ്യം വരും. അപ്പോ ആദിപാപത്തിനാണ് ക്രിസ്തു യേശു വന്നതെങ്കിൽ ക്രിസ്തു യേശുവിന് അതറിയില്ലായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം പാപമില്ലാതെ ജനിച്ചെന്നാണ് യേശു പറഞ്ഞത്. എന്നെ സുഹൃത്ത് പറഞ്ഞത് എന്താ? ബൈബിളിൽ ഒരുപാട് വചനങ്ങളുണ്ട്. ഞാനും യേശു ഒന്നാണ്. ഒരൊറ്റ വചനം പോലും ഇല്ലാന്നാ ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വചനം സഹോദരി പറഞ്ഞു, അതിന് കൃത്യമായ വിശദീകരണം നൽകി കഴിഞ്ഞു. ഒരൊറ്റ വചനം പോലുമില്ല യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നത്. എടുത്തോളൂ, വായിച്ചോളൂ, പരിശോധിക്കാം നമുക്ക്. യേശു ക്രിസ്തു സ്വയം ദൈവമാണെന്ന് പറയുന്ന ഒരൊറ്റ വചനം പോലുമില്ല. പിന്നെന്തായിരുന്നു ചോദ്യം? വീഞ്ഞിനെ കുറിച്ചുള്ളതാണ് പിന്നൊരു പ്രശ്നം. യേശു ക്രിസ്തു കൊടുത്ത വീഞ്ഞ് അത് ലഹരി ഉണ്ടാക്കുന്നതായിരുന്നില്ല. അന്ന് ക്രിസ്ത്യാനികൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. എന്നാൽ അവിടെയും ബൈബിൾ സുഹൃത്തിനോട് വിയോജിക്കുന്നു. സുഹൃത്ത് വായിക്കുന്ന ബൈബിളൊന്നും എടുത്ത് വായിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. 11-ാമത്തെ വചനത്തിൽ പറയുന്നു, ആ വീഞ്ഞ് കുടിച്ചിട്ട് പറയാണ് കുടിച്ച ആളുകൾ പറയാ, സാധാരണ എല്ലാ കല്യാണത്തിലും ആദ്യം നല്ല വീഞ്ഞും പിന്നീട് ക്വാളിറ്റി കുറഞ്ഞ, വീര്യം കുറഞ്ഞ വീഞ്ഞും കൊടുക്കും. എന്നാൽ ഇവിടെ ആദ്യം നല്ലതല്ലാത്ത വീര്യം കുറഞ്ഞ വീഞ്ഞും പിന്നീട് ലഹരിയുള്ള വീഞ്ഞും, നല്ല ലഹരിയുള്ള വീഞ്ഞും കൊടുത്തു. അപ്പൊ യേശു ഉണ്ടാക്കിയ വീഞ്ഞാണ് പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ലഹരി ഉണ്ടാക്കുന്ന വസ്തു തന്നെയായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി അന്നത്തെ ഒരു സമ്പ്രദായം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ യേശു ചെയ്തു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ. നൗദുബില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു മദ്യം ഉണ്ടാക്കി വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മൾ മാത്രമല്ല, സിനോപ്റ്റിക് ഗോസ്പൽസ് ആദ്യം ഗോസ്പൽ എഴുതിയ മാർക്കോസ് ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. മർക്കോസാണ് ആദ്യമായിട്ട് ഗോസ്പൽ എഴുതിയത്. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഗോസ്പൽ എഴുതിയാരാ? മത്തായിയോ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. പിന്നെ ഗോസ്പൽ എഴുതിയാരാ? ലൂക്കോസും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം വരെ 3 ആളും അറിഞ്ഞിട്ടില്ല. AD 80 ശേഷം സുവിശേഷം എഴുതിയ യോഹന്നാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് യോഹന്നാൻ തീർച്ചയായും അക്കാലഘട്ടമായപ്പോഴേക്ക് മറ്റു പല ആചാരങ്ങളെയും പോലെ മദ്യപാനവും ക്രൈസ്തവ സഭയുടെ ആചാരമാക്കി മാറ്റേണ്ട ആവശ്യം വന്ന സമയത്തായിരുന്നു യോഹന്നാന്റെ സുവിശേഷ രചന എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് യേശു ചെയ്യുമോ? എങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരാൾക്ക് ധർമാധർമ്മങ്ങളുടെ വിഷയം എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. യേശു മാതൃകയാണല്ലോ, എന്നെ അനുഗമിക്കണം എന്നാണ് യേശു പറഞ്ഞത്. യേശു എവിടെയും മദ്യപാനത്തിന് എതിര് സംസാരിച്ചിട്ടില്ല, എന്നാൽ മദ്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഒരാള് അബ്കാരി കോൺട്രാക്ടർ വിചാരിക്കുക യേശുവിന്റെ മാതൃകയാണ് ഞാൻ പിൻപറ്റുന്നത്. എന്താ തെറ്റ് അയാളുടെ വിചാരത്തിൽ? പിന്നെ വിവാഹത്തിന്റെ വിഷയമാണ് സുഹൃത്ത് പറഞ്ഞത്. അല്ല, പിന്നീട് പറഞ്ഞത് എല്ലാ കർമ്മങ്ങളും ആരിലൂടെ? ശ്ലീഹാമാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ശ്ലീഹാമാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താ? ഓരോരുത്തർ സ്വന്തം താല്പര്യമനുസരിച്ച് സ്വന്തം സമൂഹത്തിന്റെ അവസ്ഥയനുസരിച്ച് കൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ
പൗലോസ് ശ്ലീഹ പറയാ, സ്ത്രീയെ തൊടാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ ഈ പൗലോസ് ശ്ലീഹയുടെ ഉപദേശം അനുസരിച്ചു എന്ന് വിചാരിക്കുക മനുഷ്യർ, എല്ലാവരും അനുസരിച്ചു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഒരൊറ്റ തലമുറയോടുകൂടി മനുഷ്യരാശി അവസാനിക്കും. അവിടെയാണ് കൃത്യമായ മാർഗദർശനത്തിന്റെ അഭാവം പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ കാര്യങ്ങളിലും കൃത്യമായ മാർഗദർശനം. വിവാഹത്തിന്റെ കാര്യത്തിൽ പൗലോസ് പലതും പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത് തന്നെ അപ്രായോഗികമാണ് എന്ന് വാദിക്കുന്ന ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ട്, ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്, ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് വേറെ വശം. പക്ഷെ ഏതായിരുന്നാലും ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായ മാർഗദർശനം, ദൈവികം എന്ന് ഉറപ്പുള്ള മാർഗദർശനമാകണം. അതല്ലാതെ സ്വയം മാർഗദർശനം ഉണ്ടാക്കി എന്നുള്ളതല്ല, ഒരിക്കലും വേർപെടുത്താൻ പാടില്ല എന്നാണല്ലോ. അതായത് സ്ത്രീയെ പുരുഷനും വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും വേർപെടുത്താൻ പാടില്ല എന്നുള്ള നിയമം അപ്രായോഗികമായിട്ട് ക്രിസ്ത്യൻ മാരേജ് ഡിസൊല്യൂഷൻ ആക്ട് കൊണ്ടുവരേണ്ടി വന്നില്ലേ? എന്തേ കാരണം? ആ ആക്ടിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്രായോഗികമായ നിയമങ്ങൾ, മനുഷ്യരുടെ കൈകടത്തലുകളുണ്ടായതാണ്, അപ്രായോഗികമായ നിയമങ്ങൾ ഉണ്ടായി. ഇതെല്ലാമാണ് പ്രശ്നം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, കൃത്യമായ മാർഗദർശനം. ആ കൃത്യമായ മാർഗദർശനം നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആനെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്നാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, 12 മണിയായി. ഇനി ഓഡിയൻസിൽ നേരത്തെ സഹോദരൻ എണീറ്റുണ്ടായിരുന്നു ബൈജു, അദ്ദേഹത്തിന്റെ ചോദ്യവും ഈ സ്ലിപ്പിലുള്ള 2 ചോദ്യവും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്, അല്ലെങ്കിൽ തുടർച്ച മാത്രമാണ്. ഇസ്ലാമിനെ കുറിച്ചോ കമ്പാരിറ്റീവ് റിലീജിയനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാം. ഏത് വിധത്തിലും സഹായിക്കാൻ നിശ്ചയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോഴിക്കോട് ഇടിയങ്ങരയിലും കൊച്ചിയിലെ കലാഭവൻ റോഡിലും നിച്ചിന്റെ ഓഫീസുകളുമുണ്ട്. അതല്ലാതെ മറ്റ് സ്റ്റാളുമായി ബന്ധപ്പെട്ടാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഞാൻ ബൈജു, 39th ബാച്ച്. എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, ഖുർആൻ തികച്ചും ശാസ്ത്രീയമായ ഒരു ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ പുതുതായിട്ട് ഞങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ് തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? രണ്ടാമതായിട്ട്, നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഒരു നാസ്തിക സമൂഹത്തിൽ തീർച്ചയായിട്ടും മൊറാലിറ്റി ഉണ്ടാവില്ല എന്ന്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഇതായിട്ടുള്ള ഒരു നിയമങ്ങളാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നേരത്തെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത് അവിടുത്തെ മൊറാലിറ്റി വീഴ്ചയെ കുറിച്ച്. തിരിച്ചു പറയുകയാണെങ്കിൽ ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്ന പാകിസ്ഥാനിലാണ് നേരത്തെ തന്നെ സഹോദരൻ സൂചിപ്പിച്ച മാതിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാസ്തിക സമൂഹങ്ങൾ, ഞാൻ ചോദിക്കുന്നത്, നാസ്തിക സമൂഹങ്ങളിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഓരോ ഗവൺമെന്റും ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിച്ച് പാലിക്കപ്പെടാതെ മനുഷ്യൻ നടക്കുന്നതുകൊണ്ടല്ലേ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതാത് സമൂഹങ്ങളുടെ നിയമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഏത് നാസ്തിക സമൂഹത്തിലായി കഴിഞ്ഞാലും മനുഷ്യൻ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ കഴിയില്ലേ? സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ചാണ്. അതിന് ഇസ്ലാം അങ്ങനെ നോക്കിക്കൊള്ളുന്നു. ഒന്നാമതായി തന്നെ പറയട്ടെ, തിയറി ഓഫ് എവല്യൂഷൻ അത് ഒരു പിന്നെ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമാണെന്നുള്ള രൂപത്തിലാണ് സുഹൃത്തിന്റെ സംസാരം. ഇപ്പൊ സ്റ്റീഫൻ ജെ ഗോൾഡാണല്ലോ അറിയപ്പെടുന്ന ഏറ്റവും വലിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എവല്യൂഷനിസ്റ്റ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ തന്നെ എവല്യൂഷൻ വിശദീകരിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ വരുതിക്കുള്ളിലുള്ളതല്ല എന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പോ എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പുതിയ വർക്കാണ്. എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം സ്റ്റീഫൻ ജെ ഗോൾഡിന്റെ. അപ്പോ എന്താ, പല കാര്യങ്ങളും എവല്യൂഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും പരീക്ഷണാത്മകമല്ല, നമ്മുടെ ചിന്തയിൽ രൂപമെടുക്കുന്ന ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്നാണ്. എവല്യൂഷന്റെ കാര്യമായിട്ടുള്ള തെളിവെന്താ? ഫോസിൽ തെളിവുകളാണല്ലോ. ഫോസിൽ തെളിവുകളെ ഇങ്ങനെ നമുക്ക് ഫോസിൽ തെളിവുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഫോസിൽ തെളിവെന്താ? ചെറിയ വസ്തു മുതൽക്ക് വലിയ വസ്തു വരെ ഇങ്ങനെ, അതാ ഒരു ഏകകോശ ജീവി മുതൽ അതിന്റെ ഫോസിൽ മുതൽ ആ മനുഷ്യന്റെ ഫോസിൽ വരെ നിരത്തി വെച്ചാൽ ആ ഫോസിലുകൾ തമ്മിൽ ബന്ധമുണ്ട്, ആ ഫോസിലുകളുടെ ഘടന തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് എവല്യൂഷന്റെ അപ്പാരന്റ് ആയിട്ടുള്ള, പുറത്തേക്ക് മനസ്സിലാക്കാവുന്ന പ്രത്യക്ഷമായ തെളിവായിട്ട് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം സിദ്ധാന്തങ്ങളാണ്. ഈ ഫോസിൽ തെളിവിന്റെ അടിസ്ഥാനരാഹിത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഈ ഭൂമി ആകെ നശിച്ചു എന്ന് വിചാരിക്കുക. എന്തോ ഒരു പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് ഭൂമി ആകെ നശിച്ചു.
ഭൂമി നശിച്ചുപോയി, അല്ല ഷൂമാക്കർ ലേവിയും വന്ന് ഇടിച്ചിട്ടാണെന്നെങ്കിലും വിചാരിക്കുക, ഭൂമി നശിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വേറെ ഏതോ ഒരു ഗ്രഹത്തിലെ ജീവികൾ ഭൂമിയിൽ വന്നിട്ട് എക്സ്കവേഷൻസ് നടത്തുന്നു. എക്സ്കവേഷൻ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് നമ്മുടെ മനുഷ്യർ ഉപയോഗിച്ച വാഹനങ്ങളുടെ ഫോസിലാണ്. ആ വാഹനങ്ങൾക്ക് ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സീരീസ് ഉണ്ട് അല്ലേ? അവരിങ്ങനെ ആ സീരീസിൽ വെക്കുന്നു. ഒരു ചക്രമുള്ള സൈക്കിള് നമ്മൾ ഭാരത് സർക്കസുകാരൻ ഉപയോഗിക്കുന്ന, പിന്നെ 2 ചക്രമുള്ള സൈക്കിള്, പിന്നെ 3 ചക്രമുള്ള സൈക്കിൾ, അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള്, ലൂന, പിന്നെ സ്കൂട്ടർ, അങ്ങനത്തെ വ്യത്യസ്ത പരിണാമ വൃക്ഷം. എന്നിട്ട് ആ വൃക്ഷം ഇങ്ങനെ വെച്ചിട്ട് അയാൾ വിശദീകരിക്കാന്ന് വിചാരിക്കുക, ഒരു സൈക്കിളുള്ള ആ പിന്നെ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതവണ വീണതുകൊണ്ടും പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് 2 ചക്രമാവുകയും വീണ്ടും ചെരിഞ്ഞു വീണപ്പോൾ 3 ചക്രമുള്ള സൈക്കിളാവുകയും കയറ്റം വന്നപ്പോൾ ലൂനയായി മാറുകയും ആ ലൂനയിൽ നിന്ന് തന്നെ പിന്നെ വ്യത്യസ്ത വലിയ സ്കൂട്ടറുകൾ ഉണ്ടാവുകയും അങ്ങനെ പോയി കാറായി, ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിന് മുന്നിലെത്തി. അങ്ങനെ പരിണാമ വൃക്ഷം 2ആയി പിരിഞ്ഞ് ഒന്ന് ബോട്ടായും മറ്റൊന്ന് എയറോപ്ലെയിനായും ആകാശത്തിലേക്ക് പോയി എന്ന് വിശദീകരിച്ചാൽ നല്ലൊരു എക്സ്പ്ലനേഷനാണ്. അതൊരു നല്ല എക്സ്പ്ലനേഷനാണ്, സുന്ദരമായ എക്സ്പ്ലനേഷനാ. എന്താ ഫോസിൽ തെളിവില്ലേ? 1 ചക്രമുള്ളതില്ലേ? ഉണ്ട്. 2 ചക്രമുള്ളതില്ലേ? ഉണ്ട്. എന്താ പിന്നെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ ബന്ധല്ലേ? ഉണ്ട്. 1 പിസ്റ്റണുള്ള, 2 പിസ്റ്റണുള്ള, 3 പിസ്റ്റണുള്ള, 4 പിസ്റ്റണുള്ള എഞ്ചിനുകൾ തമ്മിൽ ബന്ധല്ലേ? ഉണ്ട്. ഇതിന്റെ എല്ലാം മെക്കാനിസം അടിസ്ഥാനപരമായി ഒന്നല്ലേ? ആണ്. സുന്ദരൻ വിശദീകരണം. പക്ഷെ നമുക്കറിയാം ഇത് വിഡ്ഢിത്തമാണ്. ഇത് സത്യത്തിൽ ഫോസിൽ തെളിവിന്റെ വിഡ്ഢിത്തത്രയേ ഉള്ളൂ. വേറെ പരിണാമത്തിൽ പിന്നെ സ്പീഷീസിനകത്തുള്ള പരിണാമത്തെ 100% നിഷേധിക്കുന്ന ആളല്ലേയുള്ളവൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോസിൽ തെളിവുകളുടെ ദുർബലമായ അടിത്തറയിൽ മാത്രം സ്ഥാപിക്കപ്പെട്ട ജീവപരിണാമത്തെ മതത്തിനെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാന രാഹിത്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ജീവപരിണാമം 100% സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് സ്വീകരിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കേണ്ടത് ചിലർ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ വരുത്തിക്കൊണ്ട് നടന്നോട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത്തെ ചോദ്യം മൊറാലിറ്റിയെ കുറിച്ചാണ്. മൊറാലിറ്റിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ അമേരിക്കനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം ഉണ്ടായിരുന്ന തോന്നുന്നത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യമല്ലേ എന്നാണ്. ശരി, എന്താണ് നമ്മുടെ മൊറാലിറ്റി? എന്താകണം? അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനം നമുക്ക് എടുക്കാമല്ലോ. ദൈവമില്ല എന്ന് പറയുന്നവരെ കുറിച്ചുള്ള നേരത്തെ ചോദ്യം. നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ 2000 മാർച്ച് മാസത്തിലെ യുക്തി വിചാരം മാസിക, യുക്തി വിചാരം പുതിയ മാസിക, അതില് നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. എന്താകണം യുക്തിവാദിയുടെ മൊറാലിറ്റി, സദാചാരം എന്ന് വിശദീകരിക്കുന്നുണ്ട്. സെക്സിനോടുള്ള യുക്തിവാദിയുടെ സമീപനം എന്താകണമെന്നും വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ സ്വവർഗരതിയോ അതല്ലാത്ത രൂപത്തിലുള്ള രതികളോ ഒരിക്കലും ഒരു യുക്തിവാദിക്ക് എതിർക്കുവാൻ സാധ്യമല്ല. അടുത്ത് വായിച്ചോക്കെ തൃശ്ശൂരില് പിന്നെ കുറ്റിപ്പുഴ നഗരിൽ നിന്ന് പുറത്തിറങ്ങുന്ന യുക്തി വിചാരം മാസിക. കുറ്റിപ്പുഴനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. കുറ്റിപ്പുഴ നഗരിൽ നിന്ന് പുറത്തിടുന്ന യുക്തി വിചാരം മാസിക അതുകൾക്ക് വാങ്ങിട്ട് 5 ഉറുപ്പിക വില. അപ്പോ ഇതില് യുക്തി വിചാരത്തിന്റെ ഇന്നത്തെ മൊറാലിറ്റിയാണ് ഈ പറയുന്നത്. ഈ മൊറാലിറ്റിയാണ് 70കളിൽ ആര് സ്വീകരിച്ചത്? അമേരിക്ക സ്വീകരിച്ചത്, അമേരിക്കയിലെ യുവാക്കൾ സ്വീകരിച്ചത്. നമ്മൾ അതിനെ വിളിച്ച ഹ്യൂമണിസം. ഇനി ഹ്യൂമണിസത്തിനെ കുറിച്ച് പഠിക്കണം നിങ്ങൾക്ക്. ഹ്യൂമണിസ്റ്റുകൾ ഞങ്ങളാണ് എന്നാണ് ഇവിടുത്തെ യുക്തിവാദികൾ അവകാശപ്പെടുന്നത്. എഡമറഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ 6ാം അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടനിലെ നേതാവ് വനിതയായ ബാർബാറ സ്മോക്കർ ആയിരുന്നു. അവരെഴുതിയ ഹ്യൂമണിസം എന്ന പുസ്തകമുണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. എന്താണ് യുക്തിവാദത്തിന്റെ നിരീശ്വരത്വത്തിന്റെ മൊറാലിറ്റി? അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഹ്യൂമണിസ്റ്റുകൾ ആദ്യമായി ലണ്ടനിലൂടെ പ്രകടനം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാ? ഈ സ്വവർഗരതി നിരോധിക്കപ്പെടുന്ന സ്വവർഗരതിയുടെ നിരോധം വ്യക്തമാക്കുന്ന നിയമമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. ഒരാൾ ആ ജീവിത രീതി സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വീകരിച്ചാൽ അതുകൊണ്ട് ഒരാള് സ്വയമേവ ആ രീതി സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് ആ നിയമത്തിനെതിരെയാണ് ഹ്യൂമണിസ്റ്റുകൾ ആദ്യമായി പ്രകടനം നടത്തിയത്. ഹ്യൂമണിസ്റ്റുകൾ ഒരു പ്രസ്ഥാനം എന്നുള്ള ആദ്യമായി പ്രകടനം നടത്തിയത് എന്തിനാ? സ്വവർഗരതിക്കു വേണ്ടി. അവരുടെ വീക്ഷണത്തിൽ അത് ശരിയായിരുന്നു. എന്താ?
സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗർഭധാരണം, കുഞ്ഞുണ്ടാകുക, മുലയൂട്ടല്, കുഞ്ഞിന്റെ വളർച്ച എല്ലാം പ്രശ്നമാണ്. അപ്പൊ എന്താ സ്വവർഗരതി, സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ, സുന്ദരമായ ആശയം. പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. പക്ഷെ ആ പ്രശ്നത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തിരുത്താൻ സാധ്യമല്ലാത്ത വിധം എയ്ഡ്സിനെ പോലെയുള്ള ഭീകരാവസ്ഥകൾ നമ്മുടെ മുന്നിലെത്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആത്യന്തികമായി നല്ലതെന്താണ് ചീത്ത എന്താണ് എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഇതാണ് ഇവിടെ വ്യക്തമാകുന്നത്. മനുഷ്യന് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല തന്നെ. സാധ്യമായിരുന്നുവെങ്കിൽ ഇത് പ്രശ്നമാകുമായിരുന്നില്ല. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, 70 കൊല്ലക്കാലം ഏതാ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെയാണ് ലോകത്തെ സകലമാന തിന്മകളും സ്വകാര്യ സ്വത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് പൂർണ്ണമായി നിഷ്കാസനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് 70 കൊല്ലക്കാലം പിന്നെ നമ്മൾ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെയുള്ള സ്വർഗരാജ്യം പണിയാൻ വേണ്ടി പരിശ്രമിച്ചല്ലോ സോവിയറ്റ് റഷ്യയിൽ. അതിന്റെ ഫലമായി 2 കോടി മനുഷ്യരാണ് മരിച്ചത്. മതമാണ് ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കിയെന്ന് ആരോ പറഞ്ഞല്ലോ. 2 കോടി മനുഷ്യരാണ് മരിച്ചത്. എന്ത്? സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി. എങ്ങനെ മരിച്ചു എന്നറിയോ? പട്ടിണി കിട്ടിട്ട്. റോബർട്ട് കോൺജസ്റ്റ് എഴുതിയ ദ ഗ്രേറ്റ് ഹൊറർ എന്ന പുസ്തകത്തിൽ, സോവിയറ്റോളജിസ്റ്റ് ആണ് അദ്ദേഹം, ആ പുസ്തകത്തിൽ 1.5 കോടി ആളുകൾ മരിച്ചു എന്ന്. എങ്ങനെ? എന്താ? സ്റ്റാലിൻ പട്ടിണി കിട്ടിട്ട്. എങ്ങനെ പട്ടിണി കിട്ടു? ഉക്രൈനിലെ കർഷകർ അവർ ഗോതമ്പ് അവരധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പ് അത് പിന്നെ കൊയ്തെടുക്കാൻ വേണ്ടി ആര് വന്നു? പിന്നെ പട്ടാളക്കാർ വന്നു. പട്ടാളക്കാർ വന്നപ്പോൾ കർഷകർ പറഞ്ഞു, ഞങ്ങൾ അധ്വാനിച്ച ഞങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ ഫലമാണിത്, കൊയ്തെടുക്കരുതേ എന്ന് പറഞ്ഞ് അവർ ഉപരോധിച്ചപ്പോൾ എന്ത് ചെയ്തു? അക്രമപരമായി തന്നെ അവ കൊയ്തെടുത്ത് കൊണ്ടുപോവുകയും ഇവരെ ഉപരോധിച്ചതിന് സോഷ്യലിസ്റ്റ് സ്വർഗത്തിന്റെ മുന്നിലേക്കുള്ള ഗമനത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തെ സ്വപ്നം കാണുന്ന ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ മുന്നിലുള്ള വിലങ്ങുതടിയായി ഉള്ള ആളുകളെ പട്ടിണി കേട്ടിട്ട് 2 കോടി ആളുകളെ കൊല്ലുന്നു. 1.5 കോടിയായിരുന്നു റോബർട്ട് കോൺജസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഇപ്പോ പെരിസ്ട്രോയിക്ക കഴിഞ്ഞപ്പോ മോസ്കോ ന്യൂസ് തന്നെ പറയുന്നത് എന്താ? 2 കോടി ആളുകളെയാണ് അന്ന് കൊന്നതെന്ന്. അത് കൊന്നത് നല്ല ഉദ്ദേശത്തിലായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ അത് അപ്രായോഗികമാണെന്ന്, അത് മാനവികതക്കെതിരാണെന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോഴേക്ക് സമയം വൈകി. ആ 2 കോടി ആളുകളെ കൊന്നതിന് നമ്മൾക്ക് തിരിച്ചു പോയിട്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനുഷ്യന് നന്മ എന്ത് തിന്മ എന്ത് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ കൃത്യമായി കഴിവില്ല. അതിന് കാരണം മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് മനുഷ്യൻ അറിയില്ല. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ചുറ്റുപാടുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും അവൻ അറിയില്ല കൃത്യമായി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അറിയുന്ന ആരെങ്കിലും ആകണം നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരേണ്ടത്. അവിടെയാണ് ദൈവം തമ്പുരാൻ എന്ന് വരുന്നത്. ആ ദൈവം തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള മാർഗദർശനം പിൻപറ്റുക മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. ഇനി സ്ലിപ്സിലുള്ള 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ദൈവികമാണെന്നതിന് എന്ത് തെളിവാണുള്ളത്? ഇത്രയും നേരം താങ്കൾ സംസാരിച്ചതിൽ നിന്ന് യഥാർത്ഥ ധാർമ്മികതയുടെയും മോക്ഷത്തിന്റെയും മാർഗരേഖ എന്ത്? ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചോദ്യം. ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിക്കുക എന്നാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത്. ഒന്നാമതായി, ഒരു ദൈവിക ഗ്രന്ഥം ഒരു ദൈവിക ഗ്രന്ഥമാണെങ്കിൽ അത് സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദൈവികം എന്ന് പറഞ്ഞിട്ട് ഒരു അനുയായിക്ക് എന്തും തരാം. അതേസമയം ആ ഗ്രന്ഥം എന്ത് പറയുന്നു, അതിന്റെ ഓതറെ കുറിച്ച് നോക്കണം. ഒരൊറ്റ ഗ്രന്ഥവും ഇന്ന് ഇന്ത്യയിലുള്ള അല്ല ലോകത്തിലുള്ള ദൈവിക ഗ്രന്ഥമായി പ്രത്യക്ഷപ്പെടുന്ന ഒരൊറ്റ ഗ്രന്ഥവും ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നില്ല, ഖുർആൻ ഒഴിച്ച്. ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തുൽ ശുഅറാ 192-ാമത്തെ വചനം, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ്. ഖുർആനിലെ പല വചനങ്ങളിലും 36-ാം അധ്യായം സൂറത്തു യാസീൻ 36-ാമത്തെ വചനം, 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തും മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. ഇത് അജയ്യനും കരുണാനിധിയുമായവരുടെ അടുക്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ പലതവണ പരിശുദ്ധ ഖുർആനിൽ ഇത് ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. 1. 2, വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടാണത്. ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഖുർആൻ സ്വയം
ജനങ്ങളോട് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്താണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഏത് ഗ്രന്ഥം? മനുഷ്യരചനക്ക് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായാൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഖുർആൻ പറയുന്നു വൈരുദ്ധ്യമില്ല, പരിശോധിക്കാം നിങ്ങൾക്ക്. മൂന്നാമതായി, അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. വേറെ ഒരു ഗ്രന്ഥവും അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്നില്ല. അതങ്ങനെ നിലനിർത്താമെന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം സൂക്ഷിക്കുവാൻ വേണ്ടി ആ വേദഗ്രന്ഥത്തിന്റെ ആളുകളെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ അവർ അതിൽ അലംഭാവം കാണിക്കുകയും വേദഗ്രന്ഥത്തിൽ മാലിന്യങ്ങൾ കടന്നുകൂടുകയും മനുഷ്യരുടെ കരവിരുതുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥം ദൈവം തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അതിന്റെ സംരക്ഷണം. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്ന ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം അതിനെ സൂക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. നാലാമതായി, കൃത്യമായ ധാർമ്മിക പദ്ധതി. അതാണല്ലോ ഒരു വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യം. കൃത്യമായ ധാർമ്മിക പദ്ധതി മുന്നോട്ട് വെക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുന്നോട്ട് വെക്കുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അത് സന്മാർഗനിഷ്ഠർക്ക്, ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംശയലേശമന്യേ ഇത് ഗ്രന്ഥമാകുന്നു, ഇത് മാർഗദർശക ഗ്രന്ഥമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇലെ 9-ാമത്തെ വചനം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗം നയിക്കുന്ന, വഴി നടത്തുന്ന ഗ്രന്ഥമാണിത്. പരിശോധിക്കാം നിങ്ങൾക്ക്. ഓരോ വിഷയത്തിലും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണോ ഖുർആൻ വഴി നടത്തുന്നത്? അഞ്ചാമതായി, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഫസീസും, പ്രവചനങ്ങളെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് നീണ്ട വിഷയമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചനം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നടത്തിയ പ്രവചനം, അതേപോലെ തന്നെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിലെ 24-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം, 55-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആറാമതായി, നിങ്ങൾക്ക് ആധുനികമായ പരിശുദ്ധ ഖുർആന്റെ സാഹിത്യം. പരിശുദ്ധ ഖുർആൻ സ്വയം വെല്ലുവിളിക്കുന്നു. ഖുർആൻ സ്വയം വെല്ലുവിളിക്കുകയാണ്. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തും മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാർ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദത് ലിൽ കാഫിരീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. എന്താ ഇതേപോലെ ഇത് ദൈവികമാണോ എന്ന് സംശയമുണ്ടോ എങ്കിൽ ഇതിലേതുപോലെ ഉള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക. ഒരധ്യായം, 114 അധ്യായങ്ങളുണ്ട്. ആ ഏറ്റവും ചെറിയ അധ്യായമുണ്ട്, വളരെ ചെറിയ അധ്യായം, 3 വചനങ്ങളുള്ള അധ്യായം. ആ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് 14 നൂറ്റാണ്ട് മുമ്പുള്ള പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇതുവരെ അറബി സാഹിത്യത്തിലെ പലരും, നമുക്കറിയാം, അറബി ഭാഷ അറിയാവുന്ന, അറബിയിൽ ഡോക്ടറേറ്റുകളും ഡബിൾ ഡോക്ടറേറ്റുകളും എല്ലാം എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത, വിശേഷിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വരെയുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതുവരെ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഏഴാമതായി, നിങ്ങൾ ആധുനിക ശാസ്ത്രമാണല്ലോ നമ്മുടെ മാനദണ്ഡം. ആധുനിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക. ആ മാനദണ്ഡം ഉപയോഗിച്ച് അളക്കുക. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും മഴയെയും അന്തരീക്ഷത്തെയും എല്ലാം കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അങ്ങനെ പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ അബദ്ധ ധാരണകൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഈ ഗ്രന്ഥത്തിൽ ഒരൊറ്റ അബദ്ധം പോലുമില്ല. ശാസ്ത്ര സാങ്കേതിക വിപ്ലവങ്ങൾക്ക് മുന്നിൽ അജയ്യമായി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രവുമല്ല, ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ സത്യത കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക, നിങ്ങൾക്ക് ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഏതൊരു ധാർമ്മിക പദ്ധതിയാണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ്. അവിടെ ദൈവികമെന്നുറപ്പുള്ള ധാർമ്മിക പദ്ധതി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു.
ഞാൻ എന്റെ പരിശോധനയിൽ, എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള വേദഗ്രന്ഥവും ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് 100% ഉറപ്പുള്ള പ്രവാചകനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടുകയും നന്മതിന്മകളുടെ കാര്യത്തിൽ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇസ്ലാമിലാകുന്നു. അതുകൊണ്ട് മോക്ഷത്തിന്റെ, വിമോചനത്തിന്റെ മാർഗം എന്നുള്ള നിലക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനത്തെ ചോദ്യത്തിന് മുമ്പ് 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മെയിൽ വോളണ്ടിയേഴ്സ് ആരും പോകരുത്. മെയിൽ വോളണ്ടിയേഴ്സ്, ഫീമെയിൽസിന് പോകാം. രണ്ടാമത് RICന്നും ഹോമിയെന്നും വന്ന കുട്ടികൾക്ക് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരിവിടെ റിമൈൻ ചെയ്താൽ മതി. മൂന്നാമതായി പറയാനുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ലിപ്പിൽ 150ഓളം ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഒരുപാടെണ്ണം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടർച്ചയാണ്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ചും ക്യാമ്പസിൽ മതങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ ആയാലും ഒക്കെ അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകം പറയാൻ കാരണം, ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകമുള്ള ഒരു കോൺഫറൻസ് തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. ആര് സംഘടിപ്പിക്കുന്ന പരിപാടി ആയാലും നമ്മളതിന് പോവുകയും ഇതിൽ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. MSM സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ ഈ വെള്ളി, ശനി, ഞായറുണ്ട്. വെള്ളിയാഴ്ച ഇൻഷാല്ലാ ഇവിടുന്ന് അതിനുള്ള വണ്ടി വരെ ഉണ്ട്. നിങ്ങൾ മേത്തറും അക്ബറും എല്ലാം അവിടെ ഉണ്ടാവും. ഇൻഷാല്ലാ പങ്കെടുക്കുമല്ലോ. നാലാമതായി പറയാനുള്ളത്, നമ്മളെ ഈ പരിപാടി, ഇതിന്റെ അറേഞ്ച്മെന്റ്സ്, സൗണ്ട്, ലൈറ്റ് എല്ലാം ഈ കോഴിക്കോടിന് നമ്മൾ മെഡിക്കൽ കോളേജിന് അടുത്ത KNM ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർ ഇതൊന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞതാണ്. എന്നാൽ പോലും ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉണ്ടാവണം എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യം, മറ്റ് ഏതോ നാട്ടുകാരനായ നിങ്ങൾ രണ്ടുപേരും എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ കലാലയത്തിലേക്ക് വരികയും പല മതങ്ങളെയും വിമർശിക്കുകയും ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ത്? പണ്ട് യൂറോപ്പില് കോളറ ഉണ്ടായി, അറിയാലോ. ആ കോളറ ഉണ്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു ദൈവവിധിയാണെന്ന് കരുതി സമാധാനിക്കുക, കോളറയ്ക്ക് ചികിത്സിക്കണ്ട, അല്ലെങ്കിൽ ചികിത്സനെ കുറിച്ച് ആലോചിക്കണ്ട. അന്ന് അറേബ്യയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഒരു വിഷഗ്വരൻ കോളറയ്ക്ക് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എഴുതിയ ഒരു ലഘുലേഖ യൂറോപ്പിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയും അദ്ദേഹം ആ ചികിത്സാ വിധികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുമല്ലോ. ഈ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ വാക്കുകളായിരുന്നു: വിദേശിയായ നിങ്ങളാരാണ് ഞങ്ങളുടെ ചികിത്സ വിധിക്കാൻ? സത്യത്തിൽ ഞങ്ങളാരും വിദേശികളല്ല. ഈ കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാം അടുത്ത് ജീവിക്കുന്ന, നമ്മളെ ഒരേ ജില്ലക്കാരെന്നെല്ലാം പറയാൻ പറ്റുന്ന രീതിയിൽ അടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇത് എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, നിങ്ങൾ ഇത് സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് സത്യമാണെന്നത് കൊണ്ട് തന്നെ പല സഹോദരങ്ങളും മിഥ്യയിലാണ് ജീവിക്കുന്നത് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരം സഹോദരങ്ങൾക്ക് ഈ സത്യത്തിന്റെ വെളിച്ചം എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത്. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിക്കുക എന്ന ലക്ഷ്യമില്ല. വേദന സ്വാഭാവികമാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ വിഷഗ്വരന്മാരാകേണ്ടവരാണ്, ആയവരാണ്. ആ വിഷഗ്വരന്മാർക്ക് രോഗിക്ക് രോഗിയുടെ അസുഖത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ തീർച്ചയായും ചില ചെറിയ വേദനകളെല്ലാം പെടുത്തേണ്ടി വരും. അത് രോഗിയോടുള്ള സ്നേഹമാണ്, അതല്ലാതെ രോഗിയോടുള്ള വെറുപ്പല്ല. ഇതേപോലെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഖുർആൻ 100% സത്യസന്ധമാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, ഗവേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യമാണെങ്കിൽ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിറൂൻ. ദൈവത്തിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, ജീവിത ആദർശം, ജീവിത ദർശനം ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ദർശനമാകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിനർത്ഥം സമർപ്പണവതാണ്. ദൈവത്തിന് പടച്ചതമ്പുരാന് ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ദർശനമാകുന്നു. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവിക മാർഗദർശനം അനുസരിച്ചുള്ള ജീവിതമാകുന്നു.
അതല്ലാത്തതിനെ ആരെങ്കിലും സ്വന്തം മതമായി സ്വീകരിച്ച് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിച്ചാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ജീവിത മാർഗം സ്വീകരിച്ചാൽ, അതല്ലെങ്കിൽ എന്റെ കുടുംബ പശ്ചാത്തലം ഈ ജീവിതത്തിലായിരുന്നു എന്നതിന്റെ പേരിൽ പ്രത്യേക ജീവിത രീതി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ മരണാനന്തര ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരുടെ കൂടെയായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 85-ാമത്തെ വചനം. അപ്പോൾ ഇത് പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് ചില സഹോദരങ്ങളെങ്കിലും സത്യത്തിൽ ഈ വെളിച്ചം മനസ്സിലാക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് ആണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രവുമല്ല, ഇതൊരു ബാധ്യതയായി മനസ്സിലാക്കിയത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അന്തിമ പ്രസംഗത്തിൽ, അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ജനങ്ങളോട്, അവിടെ കൂടിയ ആളുകളോട്, അദ്ദേഹത്തിന്റെ സഹചാരികളോട്, അദ്ദേഹത്തിന്റെ സഖാക്കളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? 10,000-കണക്കിന് സഖാക്കൾ, 10,000-കണക്കിന് സഹാബിമാർ, അനുചരന്മാർ, അവർ ഒരേ സ്വരത്തിൽ, ഒറ്റ സ്വരത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ബലാ യാ റസൂലുള്ളാഹ്, അതേ പ്രവാചകരെ, ഈ സന്ദേശം താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, താങ്കളുടെ ദൗത്യത്തിന്റെ നിർവഹണം താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്. പടച്ച തമ്പുരാനെ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സന്ദേശം എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണിത്. ഈ സന്ദേശം എത്താത്ത പ്രദേശങ്ങളിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമെന്നുള്ള നിലക്കാണ് നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാ ഈ സന്ദേശം നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തന്നിരിക്കുന്നു. അതിന് പടച്ച തമ്പുരാൻ സാക്ഷിയാണ്, പടച്ച തമ്പുരാൻ സാക്ഷിയാണ്, പടച്ച തമ്പുരാൻ സാക്ഷിയാണ്. അതോടൊപ്പം ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. നീണ്ട സംസാരവും അതിനുശേഷമുള്ള ചോദ്യോത്തര വേദികളിലും കൂടി പരമാവധി നിങ്ങൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു തരുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പഠിക്കുക. ഇതിന് നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മളെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ വെച്ച് പടച്ച തമ്പുരാൻ ചോദിക്കും, ഇതാ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾക്കടുക്കിലേക്ക് ആളുകൾ വന്നില്ലയോ എന്ന്. ഇതാ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു, അതിന് നിങ്ങൾ സാക്ഷികളാണ്, മരണാനന്തര ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ആ ലക്ഷ്യത്തോടു കൂടി വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഈ പേരിൽ ഒരു സംഭാവന ടിക്കറ്റുമായി നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആരും വരില്ല, ഈ പേരിൽ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ ആരും വരില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ഞങ്ങൾ ആരും വരില്ല എന്ന് ഉറപ്പ് തന്നുകൊള്ളുന്നു എന്ന് ആണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളെ എല്ലാവരെയും പടച്ച തമ്പുരാൻ മോക്ഷത്തിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നാളെ പരലോകത്ത് സത്യ മാർഗികളായി ജീവിച്ചവർക്ക് നൽകുവാനിരിക്കുന്ന സമാധാനത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്, രണ്ടുപേരോടും കൂടിയുള്ള ചോദ്യമായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. 1, വിജ്ഞാനത്തിലൂടെ, സതുപദേശത്തിലൂടെ. 3, അവരുമായി, അമുസ്ലിങ്ങളുമായി ഏറ്റവും നല്ല രീതിയിൽ വാദപ്രതിവാദം നടത്തുക. ആദ്യമായി വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്, ബലാത്കാരമായി കൊണ്ടുവരികയല്ല. രണ്ടാമത്തേത്, ഏത് രീതിയിലാണ് ക്ഷണിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു, വിജ്ഞാനത്തിലൂടെ. ഒരു മുസ്ലിം തൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നു, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു തന്നു. മൂന്നാമത്തേത്, മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് മാത്രമല്ല, അമുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് ഒരു താരതമ്യ പഠനത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നാം താരതമ്യ പഠനം നടത്താറില്ലേ? വിജ്ഞാനത്തെ സംബന്ധിച്ച്, തത്വചിന്തയെ സംബന്ധിച്ചെല്ലാം നടത്താറില്ലേ? അതുപോലെ തന്നെ എന്തുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നടത്തിക്കൂടാ? യുണൈറ്റഡ് നേഷൻസ് നമുക്ക് നൽകുന്ന അധികാരമാണത്, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അധികാരമാണ്. അതുമാത്രമാണ് വിജ്ഞാനത്തിലൂടെ, റൊട്ടിയോ പാലിലൂടെയല്ലോ, മറ്റുള്ള ഭൗതികമായ പ്രലോഭനങ്ങളിലൂടെയല്ല, വിജ്ഞാനത്തിലൂടെ ഞങ്ങൾ ക്ഷണിച്ചു, സ്വീകരിക്കാം, തിരസ്കരിക്കാം, മറ്റൊരു ഉദ്ദേശവുമില്ല. അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ
അവരുടെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇതുപോലെ ചോദ്യോത്തരത്തിനുള്ള അവസരങ്ങളോടുകൂടി പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സാധിക്കും. വൺ വേ ട്രാഫിക്കായിട്ടല്ല ഞങ്ങൾ നടത്തിയത്. എന്തു വിമർശനങ്ങൾ നടത്തുവാനുള്ള വേദി ഞങ്ങൾ ഒരുക്കി തന്നിരുന്നു. എന്തും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രക്രിയയിൽ ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും മനസ്സിനെ നോവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ദയവായി ക്ഷമിക്കണം, ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി സജന പി.പിയെ ക്ഷണിക്കുന്നു. ആദ്യമായി നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് MICCയെ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താൻ ഇവിടെ അനുവദിച്ച കോളേജ് പ്രിൻസിപ്പാളിനും കോളേജ് അതോറിറ്റിക്കുമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ഫാദർ ജോസഫ് കാപ്പിലുമക്കലിനും ശ്രീ വിജയരാഘവൻ നമ്മൾ ക്ഷണം പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ എന്തായാലും വരാം എന്ന് നമ്മളോട് പറഞ്ഞ വിജയരാഘവനും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും സാധിച്ചു തന്ന ഒരു പ്രസംഗം നടത്തി തന്ന ജെറാൾഡ് ജി മാത്യുവിനും ഞാൻ എൻ്റെ പേരിലും MICCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. 2 ദിവസത്തെ കോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കി ഇവിടെ വന്ന് കൊച്ചിയിൽ നിന്ന് 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ പങ്കെടുത്ത ഡോക്ടർ MM അക്ബറിനും ഞാൻ എൻ്റെ പേരിലും കോളേജ് MICCയുടെ പേരിലും വോട്ട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഈ പരിപാടിക്ക് ഞങ്ങളെ സഹായിച്ച എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ പേരിലും MICCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇത്രയും തിരക്കു പിടിച്ച ജീവിതത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു തുറന്ന ചർച്ചയ്ക്ക് ഏറ്റവും നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ പേരിലും MICCയുടെ പേരിലും വോട്ട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ പരിപാടി ശ്രവിക്കുവാനും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ പേരിലും MICCയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ബൈബിൾ പുതിയ നിയമം അറബിയിലുള്ളതാ. കിതാബുൽ അഹദിൽ ജദീദ്, പുതിയ നിയമം ബൈബിൾ, പുതിയ നിയമ പുസ്തകം. ഇതിൽ ഓരോ സുവിശേഷത്തിലും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, അല്ലാ എന്നാണ്. ഇത് മുസ്ലിങ്ങൾ അടിച്ചതല്ല. ഇത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പുറത്തിറങ്ങുകയും സ്വിറ്റ്സർലാൻഡ് കോൾ ഓഫ് ഹോപ്പ് പോസ്റ്റ് ബോക്സ് നമ്പർ 100827 ജർമ്മനിയിൽ നിന്ന്, സ്വിറ്റ്സർലാൻഡല്ല സ്റ്റട്ട്ഗാർട്ടിലെ ജർമ്മനിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാളഹോപ്പ് എന്ന സംഘടന പുറത്തിറക്കുന്ന, കേരളത്തിൽ ഗുഡ് ന്യൂസ് ഫോർ കേരള എന്ന സംഘടന വിതരണം ചെയ്യുന്ന, കൊച്ചിയിലെ ഗുഡ് ന്യൂസ് ഫോർ കേരള എന്ന സംഘടന വിതരണം ചെയ്യുന്ന അറബി ബൈബിൾ. ഇതിൽ ദൈവമെന്ന് എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ, സാക്ഷാൽ യേശുക്രിസ്തു സംസാരിക്കുന്നത് അറബിയിൽ സംസാരിക്കുമ്പോൾ അല്ലാ എന്നാണ്. നിങ്ങൾ നോക്കുക, ഞങ്ങൾ പിന്നെ ബൈബിളിലെ അറബി വായിക്കാൻ അറിയുന്ന ആളുകൾക്കറിയാവുന്നതാണ്. മിൻ ഫമല്ലാ യേശുക്രിസ്തു സംസാരിക്കാണ്. അത് പിന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വചനം. ഞാൻ ഓരോ സുവിശേഷത്തിലെയും ഓരോ വചനങ്ങൾ എങ്ങനെ സൂചിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തു പറയാണ്, വക്തറബ മലക്കൂത്തുള്ള, ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. ഇത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. യേശു പറഞ്ഞത് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്ന മലയാളം ബൈബിളിൽ. ഇവിടെ മലക്കൂത്തുള്ള ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ ദൈവരാജ്യം ഇവിടെ പറഞ്ഞത് എന്താ? ഇവിടെ പറഞ്ഞത്
അറേബ്യയിലെ ഒരു പൂർവിക വിഗ്രഹത്തിന്റെ രാജ്യത്തെ കുറിച്ചാണ് യേശുക്രിസ്തു സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ആ വിഡ്ഢിത്തം അംഗീകരിക്കാൻ ക്രൈസ്തവ സഹോദരന്മാരെ തന്നെ കിട്ടുമോ എന്നെനിക്ക് സംശയമാണ്. അതേപോലെ തന്നെ ആദമിനെ കുറിച്ച് പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം ആദമിനെ കുറിച്ച് 3-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ആദം ഇബ്നുല്ല, ആദം ദൈവപുത്രൻ. അപ്പൊ ആദമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് മക്കയിലെ ഒരു പുരാതന ദേവന്റെ പുത്രൻ എന്നാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇനി എപ്പോഴും ത്രിത്വത്തിനുള്ള തെളിവായി ഉദ്ധരിക്കുന്ന ബൈബിളിലെ 4-ാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്ന തന്നെ കാന ഇൻദല്ലാഹ്, ദൈവത്തോടൊപ്പമായിരുന്നു, വകാനൽ കലിമത്തുല്ലാഹ്, പിന്നെ അദ്ദേഹം ദൈവ വചനമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ ബൈബിളിൽ നിങ്ങൾ നോക്കുക, അള്ളാഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ അറബിയിലുള്ള ബൈബിളാണ്, ഇവർ വിതരണം ചെയ്യുന്ന ബൈബിളാണ്. അള്ളാഹു എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ കുറിച്ചാണ്. അത് മുസ്ലിങ്ങൾ പറയുമ്പോ അത് മുസ്ലിങ്ങളുടെ ദൈവമാകുന്നത് എങ്ങനെ? പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അറബിയിലുള്ള സകല മനുഷ്യരും വിചാരിക്കുന്ന, മനുഷ്യരും പറയുന്ന, മനുഷ്യരും വിളിക്കുന്ന നാമമാണ് അള്ളാഹ് എന്ന്. അത് മനസ്സിലാകാഞ്ഞാൽ അത് പിന്നെ ഏതെങ്കിലും ആരെങ്കിലും എഴുതി വെച്ച ഏതെങ്കിലും ചവറ് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ട് അത് മാത്രമേ ശരിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് പിന്നെ പലായനം ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരോടൊന്ന് ഈ അറബി ബൈബിൾ ഒരു തവണ വായിപ്പിച്ചിട്ട് പോരെ ഞങ്ങളോടുള്ള ഈ രോഷപ്രകടനം എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ള. സഹോദരങ്ങളെ, ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെ പ്രവഹിക്കുന്ന ആളുകൾക്ക് അറബി ഭാഷയിൽ പരിജ്ഞാനം ഉണ്ടാകുമല്ലോ. അവർ പറയുന്നത് ഞങ്ങൾ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം പരിശുദ്ധ ഖുർആൻ പഠിച്ചു, പക്ഷേ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോഴാണ് വിമോചനം, മോക്ഷത്തിന്റെ മാർഗം ഞങ്ങളുടെ മുന്നിൽ തുറന്നു വന്നത് എന്ന് പറയുന്ന ആളുകൾ 10, 15, 20 കൊല്ലം പരിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾ കൈവശമുള്ളപ്പോൾ ഈ അറബി ഭാഷയിലെ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ബൈബിൾ വായിച്ച് അതിൽ അല്ലാഹു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് എന്ന് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൂടെ? ഇത് ഏക ദൈവത്തെ കുറിച്ചാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും സംസാരിക്കുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും ആ വേദഗ്രന്ഥങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഏകദൈവമല്ല, ആ ഏകദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. ബൈബിളിൽ പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ദൈവമാണ് യഹോവ. ആ ഒരു അവസ്ഥയിലേക്ക് പഴയ നിയമകാലത്ത് ഇസ്രായേൽ സമുദായത്തിലെ എഴുത്തുകാർ ദൈവത്തെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഏതൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ ദൈവത്തെ കൊണ്ടുചെന്നെത്തിച്ചു ഇസ്രായേൽ സമൂഹത്തിലെ എഴുത്തുകാർ നമുക്കറിയാലോ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ സാക്ഷാൽ യഹോവ, സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇസ്രായേലിന്റെ പിതാവായ യാക്കോബുമായി മല്ലയുദ്ധം നടത്തുന്നു, ഗുസ്തി നടത്തുന്നു. അങ്ങനെ ആ ഗുസ്തിയിൽ ദൈവം പരാജയപ്പെടുന്നു, ദൈവം പരാജയപ്പെടുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ ഗോത്ര പിതാവായ യാക്കോബ് വിജയിക്കുന്നു. അങ്ങനെ വിജയിച്ചത് കൊണ്ട് യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് ലഭിക്കുന്നു. ഇതെന്താ? ഇത് ഇസ്രായേലിന്റെ ദൈവമാണ്. ഈ ഇസ്രായേലിന്റെ ദൈവത്തെ ഇസ്രായേൽ സമുദായത്തിന്റെ ഗോത്രപിതാവിന് പോലും തകർക്കാൻ സാധിക്കുന്ന, ഗോത്രപിതാവിനെ പോലും പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പാവം ദൈവത്തെ സങ്കല്പിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെ വേദപുസ്തകത്തിലെ മാനുഷികമായ കരവിരുതുകൾ ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ ഏകനായ സൃഷ്ടാവിനെ കുറിച്ച് ആ പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ബൈബിളിൽ പഴയ നിയമത്തിൽ ഈ ത്രിയേക ദൈവത്തെ കുറിച്ച് വല്ല സങ്കല്പവുമുണ്ടോ, വല്ല പരാമർശമുണ്ടോ? ഇവിടെ ഇസ്ലാമൊന്നും വല്ല ഏകദൈവ വിശ്വാസം കണ്ടുപിടിച്ചത് എന്ന ആവേശത്തോടുകൂടി പറയുമ്പോൾ ഇസ്ലാമല്ല ഏകദൈവ വിശ്വാസം കണ്ടുപിടിച്ചത് എന്നാണ് ഞങ്ങൾക്ക് ആകെ ലോകത്തോട് പറയാനുള്ളത്. അത് ഞങ്ങളുടെ വാദത്തെ സ്ഥിരപ്പെടുത്തുക മാത്രമാണ്. ഇസ്ലാമാണ് ഏകദൈവ വിശ്വാസം കണ്ടുപിടിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞുവോ? ഇല്ല. ഇസ്ലാം പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ ഏകദൈവ വിശ്വാസം എന്നത് മനുഷ്യ സമൂഹത്തിന്റെ ആദിമ കാലഘട്ടം മുതൽക്കുള്ള മനുഷ്യരുടെ സ്വാഭാവികമായ മതമാണ് എന്നാണ്. അതിൽ നിന്ന് ബഹുദൈവാരാധനയിലേക്ക് പോയി, അതിൽ നിന്ന് ശവകുടീരാരാധനയിലേക്ക് പോയി, അതിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് പോയി. വ്യത്യസ്ത ജനസമൂഹങ്ങൾ യഹൂദന്മാരോട് ദൈവം പഠിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന്. അതിൽ നിന്ന് യഹൂദന്മാർ വിഗ്രഹാരാധനയിലേക്ക് പോയി, ശവകുടീരാരാധനയിലേക്ക് പോയി, വീരാരാധനയിലേക്ക് പോയി. അതേപോലെ തന്നെ ഈ ക്രൈസ്തവരോട് യേശു ക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-30 വചനങ്ങളിൽ ക്രിസ്തു യേശു പഠിപ്പിച്ചു, നമ്മുടെ
ദൈവമായ കർത്താവ്, എന്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന്. അതിൽ നിന്ന് ക്രൈസ്തവ സഹോദരന്മാർ പിന്നോട്ട് പോയി ത്രിത്വം എന്ന ആശയം പഠിപ്പിച്ചു, ത്രിയേക ദൈവസങ്കല്പം പഠിപ്പിച്ചു. അത് പിന്നീട് കടന്നു വന്നത്. ഞങ്ങൾ പറയുന്നത് എല്ലാ പ്രവാചകന്മാരും എല്ലാ ദൈവദൂതന്മാരും ലോകത്തിന് മുന്നിൽ വെച്ച തത്വം ഏകദൈവാരാധനയാണ്, ഏകദൈവ വിശ്വാസമാണ്, പടച്ച തമ്പുരാൻ ഏകനാണ് എന്നുള്ള ആശയമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപിടിച്ചൊരു തത്വമല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പറഞ്ഞ തത്വമാണ്. എന്താ? ഏകനായ സൃഷ്ടാവ് ദൈവം ഏകനാണ് എന്നുള്ള യാഥാർത്ഥ്യം. അതിൽ നിന്ന് മനുഷ്യർ വഴിപിഴ തെറ്റിപ്പോയതാണ്. ആ തെറ്റിപ്പോയ മനുഷ്യരോട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന പാതയിലേക്ക് തിരിച്ചു വരണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ പാത ഏതാ? ആ പാത ഏകനായ സൃഷ്ടാവല്ലാതെ ആരാധനകൾ അർഹിക്കുന്നില്ല എന്ന തത്വം. ആ തത്വത്തിലേക്ക് തിരിച്ചു വരാൻ, ആ തത്വം പഠിപ്പിക്കാൻ, അത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാ. യേശു ക്രിസ്തു അടക്കം പറഞ്ഞില്ലേ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതല്ലേ? യേശു പഠിപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക. അപ്പൊ ആരെ നമസ്കരിക്കണം? ആരെ ആരാധിക്കണം? ഏകനായ സൃഷ്ടാവിനെ മാത്രം. ഇതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഇത് മുഹമ്മദ് നബി പുതുതായി കൊണ്ടുവന്ന ഒരാശയമല്ല. ഏകനായ സൃഷ്ടാവാണ് ആരാധനകൾ അർഹിക്കുന്നത്. അവനെ മാത്രമേ ആരാധിക്കാവൂ. അതേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വമുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ നാഥനെ. ആരാണവൻ? അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ സൃഷ്ടാവായ നാഥനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഏകനായ സൃഷ്ടാവാണവൻ. ഈ ഒരു തത്വം ലോകത്തിന് മുന്നിൽ വെക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏകദൈവ ആരാധനയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ലോകത്തിന് മുന്നിൽ വെച്ച ഒരു തത്വസംഹിതയുണ്ട്. ആ തത്വസംഹിത എന്താ? പ്രവാചകന്മാരെല്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അടിസ്ഥാന യാഥാർത്ഥ്യം ദൈവികമായ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക എന്ന തത്വം. ആ തത്വം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കുറിച്ച് യേശു ക്രിസ്തു പ്രവചിച്ചു. യേശുവിന്റെ വചനങ്ങളിലൂടെ യോഹന്നാൻ രേഖപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ, ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങൾക്കടുക്കിലേക്ക് വരികയില്ല. അവൻ വന്നാൽ നിങ്ങളെ ലോകത്തെ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇപ്പോൾ പല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതെല്ലാം ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമല്ല. അവൻ വരുമ്പോ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് പറയുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് പറയുന്ന ആളുകൾ ആ പരിശുദ്ധാത്മാവിന് ഇതിലെ ഏതെല്ലാം സ്വഭാവങ്ങളാണ് യോജിക്കുക എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. യേശു പ്രവചിച്ചപ്പോ അദ്ദേഹം സകല സത്യത്തിലും നയിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തെല്ലാം സ്വഭാവങ്ങളാണ്, യേശു പറഞ്ഞ സ്വഭാവങ്ങളാണ് ഈ പറയുന്ന പെന്തക്കോസ്ത് നാളിൽ തീനാക്ക് പോലെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കാൻ അവർ സന്നദ്ധരാകാറില്ല സഹോദരങ്ങളെ. എന്നാൽ അതിന് മുഹമ്മദ് നബിയോട് അരിശം. അതിന് മുഹമ്മദ് നബിയോട് എന്തിനരിശം? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക. ആ സ്ഥാപിക്കുന്ന ജനം കേൾക്കട്ടെ, മുസ്ലിങ്ങൾ സ്ഥാപിക്കുന്നത് ജനം കേൾക്കട്ടെ, അവർ തെരഞ്ഞെടുക്കട്ടെ. അതിന് മുഹമ്മദ് നബിയെ ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ അരിശം തീരുമോ? ഇവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മളെന്തെങ്കിലും ഉദ്ധരിക്കുമ്പോ സാത്താനിക് വേഴ്സസ് റുഷ്ദി, സാത്താനിക് വേഴ്സസ് റുഷ്ദി എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ ഉദ്ധരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ബൈബിൾ പണ്ഡിതന്മാരുടെ മാത്രം രചനകളാണ്. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഉദ്ധരിച്ച വ്യക്തിയെക്കുറിച്ച് റൈമണ്ട് ഇ ബ്രൗൺ, ഞാൻ എന്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ച വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് കഴുത ക്രിസ്ത്യാനി. സംസ്കാരവുമായി പോയാൽ എവിടെ എത്തുമെന്ന് നമ്മൾ കണ്ടറിയണം. ക്രൈസ്തവ സഹോദരന്മാരെ 20ഓളം ഡോക്ടറേറ്റ് ഡിഗ്രികളുള്ള, ഫിസിക്സിലല്ല, ഹിന്ദിയിലല്ല, ബൈബിൾ പഠനത്തിൽ 20ഓളം ഡോക്ടറേറ്റ് ഡിഗ്രികളുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി പൂർണ്ണമായി വിയോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ആദരിക്കുന്നു. അദ്ദേഹം പണ്ഡിതനാണ്, അതുകൊണ്ട് ആദരിക്കുന്നു.
റെയ്മണ്ട് ഡി ബ്രൗൺ, അദ്ദേഹം ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭമായ ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥം ദ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററി. ഈ ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ എഡിറ്റർമാരിൽ ഒന്നാമത്തെ പേരുള്ള റെയ്മണ്ട് ഡി ബ്രൗണിനെ ഞാൻ ഉദ്ധരിച്ചപ്പോ അത് കഴുത ക്രിസ്ത്യാനിയാണെന്നാ പറഞ്ഞു. പിന്നെ ക്രിസ്ത്യാനികളെല്ലാം എന്തൊക്കെ ജാതി എന്ന് പറഞ്ഞു, പന്നി ക്രിസ്ത്യാനി, പട്ടി ക്രിസ്ത്യാനി, പിന്നെന്താ മൂഢ ക്രിസ്ത്യാനി, ഞാൻ മാത്രം സത്യക്രിസ്ത്യാനി. ശരി, അംഗീകരിക്കാം. പക്ഷെ ഞാൻ സത്യക്രിസ്ത്യാനി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ മൂഢന്മാരും പന്നികളും പട്ടികളും. എന്താണ് സുഹൃത്തുക്കളെ? ഇതാണോ മതപ്രബോധനം? ഇതാണോ മതപ്രചരണം? ഇതിനാണോ സുവിശേഷവൽക്കരണം എന്ന് പറയുക? പട്ടി പന്നി എന്നെല്ലാം സ്വന്തം സമൂഹത്തിൽപ്പെട്ടവരെ പറയാൻ, സ്വന്തം ആദർശം ഉൾക്കൊള്ളുന്നവരെ പറയാൻ, സ്വന്തം ആശയം ഉൾക്കൊള്ളുന്ന ആളുകളിൽ തന്നെ വ്യത്യസ്ത സെക്ടുകളെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾക്ക് നമ്മെ എന്തൊക്കെ പറഞ്ഞുകൂടാ? അതുകൊണ്ട് പറയട്ടെ, യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണിതെല്ലാം? യേശുക്രിസ്തു എന്നിട്ട് അവസാനം ഒരു പ്രസംഗം, യേശുക്രിസ്തു സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, ശത്രുക്കളെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. ഇതാണ് സ്നേഹം. ശത്രുവിനെ പന്നി എന്ന് വിളിക്കുക, അതാണ് സ്നേഹം. ശത്രുവിനെ പട്ടി എന്ന് വിളിക്കുക, അതും സ്നേഹം. ശത്രുവിനെ മൂഢൻ എന്ന് വിളിക്കുക, അതും സ്നേഹം. കഴുത എന്ന് വിളിക്കുക, അതും സ്നേഹം. ഇതെല്ലാം സ്നേഹം. ഇത്തരം സ്നേഹപ്രകടനമാണെങ്കിൽ സ്നേഹിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് വളരെ വിനീതമായി. ഇത് മുസ്ലിങ്ങളെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. സ്വന്തം അനുയായികളെ സ്വന്തം ആദർശത്തിൽ അല്പസ്വല്പം വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ വ്യത്യാസം. ആ വ്യത്യാസത്തിന് പന്നി, പട്ടി, മൂഢൻ, കഴുത. ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തെ പ്രഗത്ഭൻ എന്ന് ഞാൻ വിളിച്ചാൽ ചിലപ്പോ അത് ഞാനുമായി സംവാദം നടത്തിയതുകൊണ്ടാണെന്ന് പറയും. ഡോക്ടർ എ ജെ അബ്രഹാം, ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി സംവാദം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങള് ഇസ്ലാമിന്റെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് സംവദിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കഴുത എന്നാണ്. അദ്ദേഹം 8-10 പുസ്തകങ്ങൾ എഴുതിയ വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണിത്. ഇതേപോലെ ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വ്യക്തി. അദ്ദേഹത്തിന്റെ ആശയത്തെ നമ്മൾ വിമർശിക്കുന്നു, എതിർക്കുന്നു, ശക്തമായി തന്നെ എതിർക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയത്തെ വളരെ അടിസ്ഥാനപരമായി വിമർശിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ പട്ടി എന്ന് വിളിക്കാൻ, അദ്ദേഹത്തെ പന്നി എന്ന് വിളിക്കാൻ, അദ്ദേഹത്തെ കഴുത എന്ന് വിളിക്കാൻ, അദ്ദേഹത്തെ കൊള്ളരുതാത്തവൻ എന്ന് വിളിക്കാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് നാളെ മരണാനന്തര ജീവിതത്തിൽ ശരീരവും ആത്മാവും ഒരേപോലെ ഹാജരാക്കപ്പെടുമെന്ന് എന്റെ നാവ് എന്റെ ചെയ്തികൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന്, അതിന്റെ ചെയ്തികൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കത് വിളിക്കാൻ സാധ്യമല്ല. എന്നാൽ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ അതെല്ലാം ആകാം സുവിശേഷ പ്രവർത്തനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ ഖുർആൻ നമ്മളെല്ലാവരും വായിക്കുന്ന ഖുർആൻ നിങ്ങൾ നോക്കുക. പരിശുദ്ധ ഖുർആൻ അതേ സ്റ്റൈല്. ഇതെന്താ? ഇത് ഖുർആനല്ല എന്ന് ആരെങ്കിലും പറയോ? ഖുർആനല്ല എന്ന് ആരെങ്കിലും പറയും? ഒരു മുസ്ലിം ഇത് ഖുർആനല്ല എന്ന് പറയില്ല. ഇതേ സ്റ്റൈലിൽ. ഇതെന്താണ്? പിന്നെ 4-ാം അധ്യായം ഇഞ്ചീൽ മുഖദ്ദസ് ബിശാറത്ത് യോഹന്നാന്റെ സുവിശേഷം. ഇത് അടിച്ചടിച്ച് വിതരണം ചെയ്യുന്നത് മർക്കസുൽ ബിഷാറ. ഇതാണ്. നിങ്ങൾ നോക്കുക, പരിശുദ്ധ ഖുർആന്റെ അതേ സ്റ്റൈൽ. ഇങ്ങനെ ചതിച്ചുകൊണ്ട് ആളെ മതവിരുദ്ധരാക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവും. ഇങ്ങനെ ചതിച്ചും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും ആളുകളെ മതവിരുദ്ധരാക്കുന്ന സുവിശേഷ പ്രവർത്തനം 10-25 കൊല്ലക്കാലം ഇവിടെ നടന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ആരും ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ നിച്ച് ഓഫ് ട്രൂത്ത് ഒരു 2 കൊല്ലമായി ഹാത്തു ബുർഹാനക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ തെളിവ് കണ്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആഗത ക്രിസ്ത്യൻ ഫെയ്ത്ത് ഡിഫൻഡേഴ്സ് ഫോറം. മുസ്ലിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോഴേക്ക് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഡിഫൻഡേഴ്സ് ഫോറം, ക്രിസ്ത്യൻ ആദർശത്തെ പ്രതിരോധിക്കണം, എന്നിട്ട് അക്ബറിന് ആശയപരമായിട്ടല്ല നേരിടേണ്ടതെന്ന്. പിന്നെ എങ്ങനെയാണ് എന്നവർ തീരുമാനിക്കട്ടെ. പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ ആശയപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സായുധമായി ഇവിടെ ആശയത്തെ നേരിടുക എന്നുള്ള ഏർപ്പാട് ഇസ്ലാമിന് മുമ്പുമില്ല, ഇപ്പോഴുമില്ല. കായികമായി ആശയത്തെ നേരിടുക എന്ന ഏർപ്പാട് ഇസ്ലാമിന്റെ മേൽ ശത്രുക്കൾ ആരോപിക്കുന്നതാണ്. എന്നാൽ എക്കാലഘട്ടത്തിലും ഇസ്ലാമിക ആശയത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടുക്കുവാൻ, തകർക്കുവാൻ, അതിനെ തടുത്തു നിർത്തുവാൻ സാധ്യമല്ല എന്ന് കണ്ട ആളുകൾ ഇസ്ലാമിനെ വികൃതമാക്കുവാൻ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കായികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആശയം ഉപയോഗിച്ചിട്ടുണ്ട്, പേന ഉപയോഗിച്ചിട്ടുണ്ട്, ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആശയ പ്രചരണ രംഗത്ത് അതിന്റെ കാര്യമില്ല. കാരണം പടച്ചോനേറ്റതാണ്.
ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. ഞങ്ങൾക്ക് പിന്നെ എന്ത് പഠിക്കണം? ഈ ദർശനത്തെ, ഈ മതത്തെ സകലമാന മതങ്ങളെയും അതിജയിപ്പിക്കുമെന്ന് ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ ദൈവം തമ്പുരാന്റെ മതവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്തിനും പഠിക്കണം? വ്യക്തികൾ ചിലപ്പോൾ തോൽക്കാം, ജയിക്കാം, സ്വാഭാവികം. പക്ഷെ ഈ ആശയത്തെ തകർക്കാൻ ഒരു ശക്തി വിചാരിച്ചാലും സാധ്യമല്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, മുന്നോട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം എന്താ? മുഹമ്മദ് നബി കൊള്ളരുതാത്തവനാണ്. എന്താ മുഹമ്മദ് നബിന്റെ മോശം? മുഹമ്മദ് നബി ഒരുപാട് ഭാര്യമാരുണ്ടായി. മുഹമ്മദ് നബി ഭാര്യമാരെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആവേശത്തോടു കൂടി സംസാരിക്കും. ശരി, മുഹമ്മദ് നബിക്ക് ഒരുപാട് ഭാര്യമാരുള്ളത് കൊണ്ട് കൊള്ളരുതാത്തതാണ് എന്ന് സമ്മതിച്ചാൽ ആരൊക്കെ കൊള്ളരുതാത്തതാകും എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. നമ്മുടെ ഗോത്രപിതാവിലെ അബ്രഹാം കൊള്ളരുതാത്തവനാണ് എന്ന് പറയാൻ നഊദുബില്ല നമുക്ക് പറ്റില്ല. അദ്ദേഹത്തിന് ഹാഗാർ ഉണ്ടായിരുന്നു, സാറായി ഉണ്ടായിരുന്നു, കെത്തൂറായി ഉണ്ടായിരുന്നു. അല്ലെ, ഇസ്രായേലിന്റെ ഗോത്രപിതാവിലെ യാക്കോബിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 4 ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ. ഇനി ദാവീദ്, യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ആ വംശാവലി പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ പറയുന്നത് ദാവീദിന്റെ പുത്രനായ യേശു. അത് വലിയ അഭിമാനത്തിൽ പറയുകയാണ്. ദാവീദിന്റെ പുത്ര പാരമ്പര്യത്തിലാണ് യേശു. ആ ദാവീദിന് 8 ഭാര്യമാർ. യേശുവിന്റെ വംശാവലി പ്രകാരം, മത്തായിയുടെ വംശാവലി പ്രകാരം യേശുക്രിസ്തു സോളമന്റെ പുത്ര പാരമ്പര്യത്തിലുള്ളതാ. സോളമന് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്താ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ബൈബിൾ പറയുന്നത്. ക്വാളിറ്റി ആയിട്ട് എന്താ? അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം ഇസ്ലാം നിരോധിച്ചിട്ടുള്ള കാര്യമല്ല. ഇസ്ലാം നിരോധിച്ചിട്ടില്ല ബഹുഭാര്യത്വം. ഞങ്ങൾക്ക് എവിടെയും പറയാൻ നാണമില്ല കാര്യത്തിൽ. നിങ്ങൾ എറിഞ്ഞോളൂ, കല്ലെറിഞ്ഞോളൂ. പക്ഷേ ഞങ്ങൾ പറയുന്നു, ലോകത്തിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ഇസ്ലാമിന്റെ കയ്യിലുണ്ട്. ലോകത്ത് ഏത് സമൂഹത്തിനുമുള്ള പരിഹാരമുണ്ട്. നിങ്ങൾക്കറിയാമോ, 1948 ലോക യുവജന സംഘടന മ്യൂണിക്കിൽ ചേർന്ന ലോക യുവജന സംഘടന പറഞ്ഞു, ജർമ്മനിയിലെ സ്ത്രീകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ബഹുഭാര്യത്വമാണ്, പോളിഗമിയാണ്. എന്താ കാരണം? ജർമ്മനിയിൽ 2-ാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ ഒരുപാട്